ദൈവമേ കാത്തുകൊള്ളുകങ്ങ്, കൈവിടാതിങ്ങു ഞങ്ങളെ. നാവികൻ നീ ഭവാബ്ദിക്കോരാവിവൻ തോണി നിൻ പദം. നമസ്തേ. നൂറ്റാണ്ടിൻ്റെ ധന്യതയിൽ മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരു സമാഗമത്തിൻ്റെ സ്മരണകൾ പ്രോജ്വലിക്കുന്നു. കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും പവിത്രമായ മഹാസംഗമമായിരുന്നു അത്. കാളിയെ കണ്ട ദാസൻ കാളിദാസനും ശ്രീരാമകൃഷ്ണ പരമഹംസരെ ഗുരുവായി സ്വീകരിച്ച നരേന്ദ്രൻ സ്വാമി വിവേകാനന്ദനും നടരാജഗുരുവിനെ നേരിൽ അറിഞ്ഞ ജയചന്ദ്രൻ നിത്യചൈതന്യ യതിയും ആയതുപോലെ ആയിരുന്നു ശ്രീനാരായണ ഗുരുവിലൂടെ മോഹൻ കരംചന്ദ് ഗാന്ധി മഹാത്മാഗാന്ധിയായി മാറിയതെന്ന് പറയാം. മഹാസംഗമത്തിൻ്റെ ശതാബ്ദി ആഘോഷം ഡൽഹി വിജ്ഞാൻ ഭവനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്തത്. ഗുരുദേവ ദർശനം ഭാരതത്തെ നയിക്കുന്നുവെന്ന് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. നവഭാരതത്തിൻ്റെ അടിത്തറ ഗുരുദർശനമെന്നും ശിവഗിരി മഠം ദക്ഷിണകാശിയെന്നും പ്രധാനമന്ത്രി സാക്ഷ്യപ്പെടുത്തി. മോദി ഭാരതത്തിൻ്റെ മഹാനായ പുത്രൻ എന്നായിരുന്നു ശ്രീനാരായണ ധർമ്മസംഘം അധ്യക്ഷൻ സ്വാമി സച്ചിദാനന്ദയുടെ പ്രബോധനം. ഈ മണിക്കൂറിൽ ജനം ടി വിയും പങ്കുചേരുകയാണ്. മഹാസംഗമത്തിന് നൂറ്റാണ്ടിൻ്റെ സ്മരണ. ഈ ചർച്ചയിൽ ശ്രീനാരായണ ധർമ്മസംഘം ട്രഷറർ ശാരദാനന്ദ സ്വാമികൾ, സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലറും BJP നേതാവുമായ ഡോക്ടർ KS രാധാകൃഷ്ണൻ, സാമൂഹിക നിരീക്ഷകൻ ഡോക്ടർ MV നടേശൻ എന്നിവർ നമുക്കൊപ്പം പങ്കുചേരുകയാണ്. ഗാന്ധി ഗുരു സമാഗമത്തിൻ്റെ ഒരു നൂറ്റാണ്ട് പിന്നിടുന്ന ഈ വേളയിൽ നമുക്ക് ആദ്യം ഡോക്ടർ KS രാധാകൃഷ്ണനിലേക്ക് പോകാം. രാധാകൃഷ്ണൻ സാർ, ഗാന്ധി ഗുരു ദർശനത്തിൻ്റെ നൂറ്റാണ്ടിൻ്റെ ധന്യതയിലാണ് നമ്മൾ. ഈ ധന്യനിമിഷത്തിൽ ഈ സമാഗമത്തിൻ്റെ ശതാബ്ദി ആഘോഷിക്കുമ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകൾ ഏറെ പ്രസക്തമാണ്. ഗുരുദേവ ദർശനമാണ് ഭാരതത്തെ നയിക്കുന്നത് എന്ന് രാജ്യത്തിൻ്റെ പ്രധാന സേവകൻ പറഞ്ഞു വെക്കുന്നു. അത് വെറുതെയല്ല, അദ്ദേഹം കൃത്യമായി അതിന് ഉദാഹരണങ്ങളും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാഷണം അങ്ങും ശ്രദ്ധിച്ചു കാണും എന്നറിയാം. അതായത് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ദർശനം അത് കേരളത്തിൽ ഒതുങ്ങുന്നതല്ല, ഭാരതത്തിൽ ഒതുങ്ങുന്നതല്ല, ആഗോള തലത്തിൽ തന്നെ ഉയർത്തിക്കാട്ടാവുന്ന ഭാരതത്തിൻ്റെ ദർശനം. അതാണ് ഇങ്ങ് ശിവഗിരിയിൽ നിന്നും ഉയർന്നു കേട്ടത് എന്ന് പ്രധാനമന്ത്രി സാക്ഷ്യപ്പെടുത്തുന്നു. എങ്ങനെ കാണുന്നു ഈ സമാഗമത്തിൻ്റെ ഈ നൂറ്റാണ്ടും അതേപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ വാക്കുകളും ഡോക്ടർ KS രാധാകൃഷ്ണൻ? ഒരു നൂറ്റാണ്ട് മുൻപ് രണ്ട് അദ്വൈത വേദാന്തികൾ ഒരുമിച്ച് ചേർന്ന് അന്ന് അടിമയായിരുന്ന ഒരു മഹാരാജ്യത്തെ സ്വതന്ത്രമാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കാൻ, അതിനെന്തെല്ലാം ചെയ്യണം എന്ന് ആലോചിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തതിൻ്റെ അനുസ്മരണമാണ് ഇന്ന് വിജ്ഞാൻ ഭവനിൽ നടന്നത്. രണ്ടുപേരും ഭേദവിചാരത്തിന് അതീതമായ ഒരു ജീവിത രീതി ഉണ്ടാക്കിയെടുക്കാനാണ് പരിശ്രമിച്ചത്. അതുകൊണ്ടാണ് ജാതിഭേദവും മതദ്വേഷവും പാടില്ല എന്ന് ഗുരുദേവൻ പറഞ്ഞത്. ഭേദവിചാരം എവിടെ വന്നു കഴിഞ്ഞാലും അവിടെ തീർച്ചയായിട്ടും സ്പർദ്ധയുണ്ടാകും. ആ സ്പർദ്ധയുടെ അടിസ്ഥാനത്തിൽ സംഘർഷവും നാശവും ഉണ്ടാവുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് ജാതി മത ഭേദങ്ങൾക്കും ദ്വേഷങ്ങൾക്കും അതീതമായി മനുഷ്യന് സംഗമിക്കാവുന്ന ജീവിത സന്ദർഭങ്ങൾ നമ്മുടെ രാജ്യത്ത് ഈ ലോകത്തുണ്ട് എന്ന് ബോധ്യമായതുകൊണ്ടാണ് ആ രണ്ടുപേരും ഒരുമിച്ചത് എന്നുള്ളതാണ് വസ്തുത. ഇന്നും ഈ മഹാരാജ്യം നിലകൊള്ളുന്നത് ജാതി മത വർഗ രാഷ്ട്രീയ ഭേദങ്ങൾക്ക് അതീതമായ ഒരു ജീവിത വ്യവസ്ഥ ലോകത്താകെ ഉണ്ടാകണം എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ന് ഭാരതം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ഭാരതത്തിന് ഏറ്റവും മഹനീയമായ നേതൃത്വം നൽകി ലോകവേദിയിൽ ഭാരതത്തിൻ്റെ മഹാസംസ്കാരത്തെ പ്രതിഷ്ഠിക്കുന്നതിന് വേണ്ടി സദാ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ്
നരേന്ദ്രമോദിയെ മറ്റ് ഭരണകർത്താക്കളിൽ നിന്നും വ്യത്യസ്തനാക്കുന്ന ഘടകം. അദ്ദേഹം ഒരു സന്യാസിയെപ്പോലെ തൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ കർമ്മശേഷിയും ഈ പ്രപഞ്ചത്തിൻ്റെ ശ്രേയസ്സിനായി സമർപ്പിക്കുന്നു എന്നതാണ് വസ്തുത. തൻ്റെ കർമ്മഭൂമി ഭാരതമാകുമ്പോൾ തന്നെ ആ ഭാരതത്തിൽ മാത്രമല്ല, ലോകത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും ഭാരതത്തിൻ്റെ ഈ അദ്വൈത സങ്കല്പം, ഭാരതത്തിൻ്റെ ഈ ക്ഷേമസങ്കല്പം, ഭാരതത്തിൻ്റെ ഈ ഐശ്വര്യത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന തത്വം, അതായത് നമ്മുടെ സനാതന ധർമ്മബോധം, അത് ലോകത്തിന് വഴികാട്ടിയായി തീരും എന്നാണ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത്, മഹാത്മാഗാന്ധി പറഞ്ഞത്. ആ രണ്ടു പേരുടെയും ജീവിത സന്ദേശങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്ന് ലോകത്തിന് മാർഗദർശനം നൽകിക്കൊണ്ട് ഭാരതവും അതിൻ്റെ നേതാവായ മോദിയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതാണ് വസ്തുത. നമ്മൾ എവിടെയൊക്കെ ജാതിയല്ല ഗുരുദേവൻ ജാതി ഭേദം ഇല്ലാതെ ആക്കണം എന്നാണ് പറഞ്ഞത്. ഭേദവിചാരം പുറത്തല്ല, മനുഷ്യൻ്റെ അകത്താണ്. മനുഷ്യൻ്റെ അകത്ത് നിന്ന്, മനുഷ്യൻ്റെ മനസ്സിൽ നിന്നും ഭേദവിചാരത്തെ അപ്രത്യക്ഷമാക്കുന്നതിന് വേണ്ടി, അതിനെ നിരാകരിക്കുന്നതിന് വേണ്ടി കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത്, ജാതി ജടിലമായ ഒരു സമൂഹത്തിൽ അതിനെതിരെ നിരായുധനായി ഏറ്റവും സുശക്തമായി ധർമ്മസമരം നടത്തി എന്നുള്ളതാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ സവിശേഷത. അത് അദ്ദേഹത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നു. അദ്ദേഹം വലിയ കവിയാണ്, വലിയ ദാർശനികനാണ്, വലിയ സാമൂഹിക പരിഷ്കർത്താവാണ്. വലിയ രീതിയിൽ മനുഷ്യനെ ഏകോപിപ്പിക്കാനും അവരെയെല്ലാം നന്മയിലേക്ക് നയിക്കാനും കെൽപ്പ് തെളിയിച്ച മഹാമനീഷിയാണ്. അതുതന്നെയായിരുന്നു ഗാന്ധിയും എന്ന കാര്യം നാം മറക്കരുത്. ലോകത്തിൻ്റെ മുന്നിൽ ഭാരതത്തെ പ്രതിഷ്ഠിക്കുന്നതോടൊപ്പം തന്നെ ഭാരതത്തിലെ നാനാജാതി മതസ്ഥരെയും അവരുടെ ജാതിഭേദത്തിനും മതദ്വേഷത്തിനും അതീതമായി ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, മനുഷ്യ മനസ്സിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചു എന്നതാണ് ഗാന്ധിയെ ശ്രദ്ധേയനാക്കുന്ന ഘടകം. അദ്ദേഹവും ഒരു സന്യാസിയായിരുന്നു എന്നതാണ് വസ്തുത. ഭഗവത്ഗീതയ്ക്ക് അദ്ദേഹം വ്യാഖ്യാനം എഴുതി, ഗീതാ സന്ദേശങ്ങളും ഗീതാ പ്രഭാഷണങ്ങളും നടത്തി. ഭാരതത്തിൻ്റെ ആധ്യാത്മിക ചൈതന്യത്തെ മുഴുവൻ ശ്രീനാരായണ ഗുരു എന്ന പോലെ മഹാത്മാഗാന്ധിയും ഉൾക്കൊണ്ട്, ആ രണ്ടു പേരുടെയും ഊർജം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്ന് നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രവർത്തിക്കുന്നത് എന്നതും സവിശേഷതയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ലോകരക്ഷയ്ക്കുള്ളൊരു മാർഗമാണ് ഗുരുദേവ ദർശനം എന്ന് പറയുന്നത്. കാരണം അത് അദ്വൈതത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അത് ഭേദവിചാരത്തെ നിരാകരിക്കുന്നതിന് വേണ്ടി നിലകൊള്ളുന്നതാണ്. അതിൽ ദ്വേഷവും സംഘർഷവുമില്ല, അതിൽ സമന്വയവും ശാന്തിയുമാണ്. ആ സന്ദേശം ലോകാഹ സമസ്താഹ സുഖിനോ ഭവന്തു എന്ന നമ്മുടെ വേദസങ്കല്പത്തിൻ്റെ സാരാംശം മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഗുരുദേവനും മഹാത്മാഗാന്ധിയും ഇപ്പോൾ മോദിയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ത്രിവേണി സംഗമത്തിൻ്റെ സാക്ഷ്യം കൂടിയാണ് ഇന്ന് നാം നമ്മുടെ രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് കണ്ടത്. അത് ഇത്തരത്തിലൊരു ആഘോഷം അവിടെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്ത സച്ചിദാനന്ദ സ്വാമികളെയും അദ്ദേഹത്തിൻ്റെ ടീം അംഗങ്ങളെയും അഭിനന്ദിക്കാൻ കൂടി ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കട്ടെ. അതെ, ഒരു ത്രിവേണി സംഗമം തന്നെ. നൂറ്റാണ്ടിൻ്റെ സ്മരണയിൽ നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് ഒരു ത്രിവേണി സംഗമം തന്നെയാണ് ഇന്ന് നടന്നത് എന്ന് തന്നെയാണ് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത്. സാമൂഹ്യ നിരീക്ഷകൻ ഡോക്ടർ എം വി നടേശൻ കൂടി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ഡോക്ടർ എം വി നടേശൻ, നമുക്കറിയാം ശ്രീനാരായണ ഗുരുദേവനും ഗാന്ധിജിയും തമ്മിലുള്ള സമാഗമം, അതിനുശേഷം സ്വാതന്ത്ര്യ സമരത്തിൽ മഹാത്മാഗാന്ധിജി കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ, അല്ലെങ്കിൽ മറ്റു ചില സാമൂഹിക പരിവർത്തനങ്ങൾ, അയിത്തോച്ചാടനം, സാമൂഹിക തിന്മയ്ക്കെതിരായ പോരാട്ടം തുടങ്ങിയവയെല്ലാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിരുന്നു. അതുതന്നെയാണ് ഗുരുദേവന് മുന്നോട്ട് വെച്ചത്. ജാതി വ്യവസ്ഥയ്ക്കെതിരെയുള്ള ഗുരുദേവൻ്റെ പോരാട്ടങ്ങൾ നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ചും കണ്ണാടി പ്രതിഷ്ഠ പോലെയുള്ള വിപ്ലവാത്മകമായ നടപടികൾ ഗുരുദേവൻ്റെ ഭാഗത്തു നിന്നുണ്ടായി.
അത് തന്നെ മഹാത്മാഗാന്ധി തൻ്റെ സ്വാതന്ത്ര്യ സമരത്തിലും അതൊക്കെ വിളക്കി ചേർത്തു. അയിത്തോച്ചാടനം, അതേപോലെ തന്നെ ഹരിജന ഉദ്ധാരണം, ഇതിനു വേണ്ടിയിട്ടൊക്കെ ഉള്ള പ്രവർത്തനങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാക്കി മാറ്റി. അപ്പോൾ ഗുരുദേവൻ്റെ ദർശനങ്ങൾ കൃത്യമായി മഹാത്മാഗാന്ധിയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ കൃത്യമായി സ്വാധീനിച്ചു എന്ന് വളരെ വ്യക്തമല്ലേ? കാരണം ഗുരുദേവൻ മുന്നോട്ട് വെച്ച ആശയങ്ങളെല്ലാം സ്വാതന്ത്ര്യ സമരത്തിൽ അതെല്ലാം കൊണ്ടുവന്നു എന്ന് കാണുമ്പോൾ ഡോക്ടർ എം വി നടേശൻ ഗുരുദേവ ദർശനങ്ങൾ ഗാന്ധിജിയെ സ്വാധീനിച്ചു എന്ന് വ്യക്തമല്ലേ? നമുക്ക് ഡോക്ടർ കെ എസ് സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനിലേക്ക് തന്നെ ഈ ചോദ്യം രാധാകൃഷ്ണൻ സാറിലേക്ക് തന്നെ പോവുകയാണ്. രാധാകൃഷ്ണൻ സാർ, നമ്മുടെ ചർച്ചയിൽ മറ്റ് അതിഥികളുമുണ്ട്. രാധാകൃഷ്ണൻ സാർ, ഒരു കാര്യം കൂടി ഞാൻ ഇവിടെ പറഞ്ഞു വെച്ചത് തന്നെ, അതായത് അയിത്തോച്ചാടനം, പ്രത്യേകിച്ചും ജാതി വ്യവസ്ഥയ്ക്കെതിരായ പോരാട്ടം, മതപരിവർത്തനത്തിനെതിരായ ചിന്താഗതികൾ, ഇതൊക്കെ ഗാന്ധിജി തൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ അത്തരം പോരാട്ടങ്ങൾ കൂടി ചേർത്ത് വെക്കുന്നുണ്ട്. അത് ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനത്തിൽ നിന്നും ഉണ്ടായ സ്വാധീനം എന്ന് വ്യക്തമല്ലേ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ? തീർച്ചയായിട്ടും ഒരു അദ്വൈത വേദാന്തിയുടെ മനസ്സിൽ സ്വാഭാവികമായി ഉരുത്തിരിഞ്ഞു വരുന്ന ആശയങ്ങൾ കൂടിയാണ് അവ എന്ന് ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിക്കട്ടെ. ശ്രീനാരായണ ഗുരുദേവനും മഹാത്മാഗാന്ധിയും അദ്വൈത വേദാന്തികളായിരുന്നതുകൊണ്ടും ശ്രീനാരായണ ഗുരുദേവൻ ഇത്ര ജടിലമായി നിൽക്കുന്നൊരു സമൂഹത്തിൽ അതിൻ്റെ പ്രായോഗിക വശത്തെക്കുറിച്ച് അറിഞ്ഞ് അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നത് കൊണ്ടും കൂടിയാണ് ഈ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി അയിത്തോച്ചാടനം വന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. കാരണം ഈ ജാതിഭേദ വിചാരത്തിൻ്റെയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യരെ തരംതിരിച്ച് നിർത്തുന്നതിനെതിരെയും നടന്ന ഏറ്റവും പാൻ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നടന്ന ഏറ്റവും വലിയ സമരം നമ്മുടെ ദേശീയ പ്രസ്ഥാനം നടത്തിയ സമരം തന്നെയായിരുന്നു. എന്ന് മാത്രമല്ല, ഇവിടെ നേരത്തെ സൂചിപ്പിച്ച രീതിയിൽ മഹാത്മാഗാന്ധി കാളകൂട വിഷം എന്നാണ് മതപരിവർത്തനത്തെ വിശേഷിപ്പിച്ചിരുന്നത് എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കുമാരനാശാൻ മതപരിവർത്തന രസവാദം എന്ന് പറയുന്ന ഒരു ദീർഘപ്രബന്ധം എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ്റെ അനുഗ്രഹ ആശീസ്സുകളോടുകൂടിയാണ് അദ്ദേഹം ആ പ്രബന്ധം എഴുതി പ്രസിദ്ധീകരിച്ചത്. അതിൽ ഗുരുദേവൻ്റെ വാദഗതികളെ സംക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത്, മതഭേദ പരികൽപ്പന വന്നാൽ മാത്രമാണ് മതപരിവർത്തനം വരുന്നത് എന്നാണ്. ഗാന്ധിയും അതുതന്നെ പറയുകയും മതപരിവർത്തനത്തെ ശക്തിയുക്തം എതിർക്കുകയും ചെയ്തു എന്നതാണ് വസ്തുത. മഹാത്മാഗാന്ധിയെ ക്രിസ്തു മതത്തിലേക്കും ഇസ്ലാമിക മതത്തിലേക്കും പരിവർത്തനം ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി വലിയ രീതിയിൽ സമ്മർദ്ദം ചെലുത്തിയവരുണ്ടായിരുന്നു. അവരോടെല്ലാം അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ ഏത് മതത്തിൽ നിന്നാലും ആ മതത്തിൻ്റെ സാരാംശത്തിനൊത്ത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആ മതത്തിന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയും എന്നാണ്. ഇത് തന്നെയാണ് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് ഗുരുദേവൻ പറയുമ്പോഴും അർത്ഥമാക്കുന്നത്. ഗുരുദേവൻ്റെ ആ സന്ദേശത്തിൽ എല്ലാ മതങ്ങളിലും മനുഷ്യന് നന്നാകാനുള്ള സന്ദേശമുണ്ട്. അതാണ് ഒരു മതത്തിൽ നിന്ന് ഏതൊരാളും ഗ്രഹിക്കേണ്ടത് എന്നാണ് ഗുരുദേവൻ പറഞ്ഞത്. മഹാത്മാഗാന്ധിയും അതുതന്നെയാണ് പറഞ്ഞത്. എല്ലാ മതങ്ങളിലും അദ്ദേഹത്തിൻ്റെ സർവ്വമത പ്രാർത്ഥന വളരെ പ്രസിദ്ധമാണ്. അദ്ദേഹം ഓരോ മതങ്ങളെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് എല്ലാ മതങ്ങളിലും മനുഷ്യന് നന്മയിലേക്കും ശ്രേയസ്സിലേക്കും പുരോഗതിയിലേക്കും നയിക്കപ്പെടാൻ ആവശ്യമായ സന്ദേശങ്ങളുണ്ട് എന്നും ആ സന്ദേശം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ മതം മാറേണ്ട ആവശ്യമില്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന പ്രഖ്യാപനം തന്നെയാണ് മതപരിവർത്തനത്തിനെതിരെയുള്ള ഏറ്റവും ശക്തമായ താക്കീതും ഏറ്റവും ശക്തമായ പ്രചാരണവും. അതെ, മഹാത്മാഗാന്ധിയും അത് തന്നെയാണ് ചെയ്തത്. അതെ, മഹാത്മാഗാന്ധിജിയും അത് തന്നെയാണ്. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ള ആശയം തന്നെയാണ് മഹാത്മാഗാന്ധി തൻ്റെ പോരാട്ടങ്ങൾക്കും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഊർജിത വീര്യത്തിനുമെല്ലാം ഉപയോഗിച്ച ആശയങ്ങളും അതൊക്കെ തന്നെയാണ്. സ്വാമി അസംഗാനന്ദ ഗിരി സ്വാമികൾ ഇന്ന് പ്രധാനമന്ത്രി പങ്കെടുത്ത ഈ സമ്മേളനം, അത് ഗാന്ധിജിയും ഗുരുവും തമ്മിൽ സമ്മേളിച്ചതിൻ്റെ 100 നടന്ന മറ്റൊരു മഹത്തായ സമ്മേളനമാണ്.
പ്രധാനമന്ത്രി സാക്ഷ്യപ്പെടുത്തിയ കാര്യങ്ങൾ ലോകത്ത് തന്നെ ശ്രദ്ധിക്കപ്പെടുന്നതാണ്. കാരണം ഭാരതത്തിൻ്റെ ആശയം, ഭാരതത്തെ മുന്നോട്ട് നയിക്കുന്നത് ഗുരുദേവൻ്റെ ആശയങ്ങളാണ് എന്ന് പ്രധാനമന്ത്രി പറയുന്നു. ഗുരുദേവൻ്റെ ആശയങ്ങളിൽ ഊന്നിയാണ് സബ്കെ സാത്ത്, സബ്കെ വികാസ് തുടങ്ങിയ തൻ്റെ ഭരണപരിഷ്കാരങ്ങൾ പോലും അങ്ങനെയാണ് എന്ന് ഭാരതത്തിൻ്റെ ഭരണാധികാരി പറയുന്ന മുഹൂർത്തം. എങ്ങനെ കാണുന്നു ഈ നിമിഷത്തെ സ്വാമി അസംഗാനന്ദഗിരി? എല്ലാവർക്കും നമസ്കാരം. തീർച്ചയായും അഭിമാനകരമായ നിമിഷങ്ങളായിരുന്നു കടന്നുപോയത്. ഭാരതത്തിൻ്റെ ആദരണീയനായ പ്രധാനമന്ത്രി ശ്രീനാരായണ ഗുരുദേവൻ്റെ മഹിതമായ സന്ദേശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ലോകത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചപ്പോൾ ഗുരുവും ഗാന്ധിയും തമ്മിൽ നടന്ന ചരിത്ര സമാഗമത്തിൻ്റെ ശതാബ്ദി വർഷത്തിൽ തന്നെ ഗുരുദേവൻ്റെയും മഹാത്മാഗാന്ധിയുടെയും സമഗ്രമായ മാനവിക ദർശനം ലോകമെമ്പാടും ഉൾക്കൊള്ളുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. ഭാരതത്തിൻ്റെ തന്നെ ഭാരതം ലോകത്തിന് സംഭാവന ചെയ്ത രണ്ട് മഹാപുരുഷന്മാരാണ് ശ്രീനാരായണ ഗുരുദേവനും മഹാത്മാഗാന്ധിയും. ഇവർ രണ്ടുപേരുടെയും സമാഗമം എന്ന് പറയുമ്പോൾ രണ്ട് ചരിത്ര നിയോഗം തന്നെയായിരുന്നു. ആ ചരിത്ര നിയോഗത്തിൻ്റെ ഒരു വലിയ സന്ദേശം ലോകത്തിന് നൽകുക എന്നതായിരുന്നു ശിവഗിരി മഠം ഈ സമ്മേളനത്തിലൂടെ ഉദ്ദേശിച്ചത്. ശിവഗിരി മഠത്തിൽ സംഘടിപ്പിക്കുന്നതിലപ്പുറം പ്രധാനമന്ത്രിയെ പോലുള്ള വിശിഷ്ട വ്യക്തികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് തന്നെ ഈ സമ്മേളനം സംഘടിപ്പിച്ചപ്പോൾ അത് ലോകം ശ്രവിക്കുന്ന വലിയൊരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, അതിലെല്ലാം ഉപരി മനുഷ്യത്വത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരു സാഹോദര്യം പുലർത്തുവാൻ ഗുരുവിൻ്റെയും മഹാത്മാഗാന്ധിയുടെയും ചരിത്രപരമായ സംഗമത്തിൻ്റെ സന്ദേശം കൊണ്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. എല്ലാത്തിനും ഉപരി മനുഷ്യരെയും മനുഷ്യത്വത്തെയും സാഹോദര്യത്തെയും സമൂഹത്തിൽ പ്രചരിപ്പിക്കുവാൻ ഈ സതുദ്യമം കൊണ്ട് സാധിക്കുന്നു എന്നാണ് നമ്മളുടെ ഏവരുടെയും വിശ്വാസം. വളരെ സന്തോഷത്തോടുകൂടി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശിവഗിരിയിലെത്തിയ നിമിഷങ്ങളും അദ്ദേഹം ശിവഗിരി സന്യാസിമാരോട് ബന്ധപ്പെട്ടിട്ടുള്ള അപൂർവമായ നിമിഷങ്ങൾ ഒക്കെ സ്മരിച്ചുകൊണ്ട് ശിവഗിരി മഠത്തിൻ്റെ ആത്മീയതയിൽ ഊന്നി നിന്നുകൊണ്ട് ആത്മോപദേശതകവും ദർശനമാലയും നിർവൃതി പഞ്ചകവും ഒക്കെ എഴുതിയ ഗുരുവിൻ്റെ രമണ മഹർഷി വിശേഷിപ്പിച്ചത് എല്ലാം തിരിഞ്ഞവർ എന്നാണ്. അത്തരത്തിൽ എല്ലാ വിഷയങ്ങളിലും ഗുരുവിൻ്റെ അഷ്ടലക്ഷ്യങ്ങൾ, വിദ്യാഭ്യാസം, ശുചിത്വം, ഈശ്വരഭക്തി, സംഘടന, അത്തരത്തിൽ സന്ദേശം നൽകാൻ പറ്റിയ സമഗ്രമായ ഒരു ലോകഗുരുവായി ശ്രീനാരായണ ഗുരുദേവനെ അറിഞ്ഞുകൊണ്ടാണ് ബഹുമാന്യനായ പ്രധാനമന്ത്രി സംസാരിച്ചത്. അദ്ദേഹത്തിന് രാഷ്ട്രത്തിന് നൽകിയ, ലോകത്തിന് നൽകിയ വിശിഷ്ടമായ സന്ദേശം ഗുരുവിൻ്റെ ആത്മീയ സന്ദേശം തന്നെയാണ്. ആത്മീയതയുടെ വെളിച്ചത്തിൽ ഒരു ആത്മീയ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ എല്ലാ മാനവരാശിയും ഒന്നാകുന്ന ഒരു സമഗ്രമായ ലോകത്തേക്ക് ജാതിഭേദ മതദ്വേഷം ഏതുമില്ലാതെ ഏവരും സോദരത്തേന വാഴുന്ന ഒരു മഹത്തായ ലക്ഷ്യത്തേക്ക് രാജ്യത്തെ, ലോകത്തെ കൊണ്ടുപോകാൻ നമുക്കൊരുമിച്ച് പരിശ്രമിക്കാം എന്നാണ് അദ്ദേഹത്തിൻ്റെ സന്ദേശത്തിൽ പറഞ്ഞത്. തീർച്ചയായും ശിവഗിരി മഠം ലക്ഷ്യമാക്കിയത് തന്നെ ഇത്തരത്തിലുള്ള ഒരു ഏകീകരണമാണ്. എല്ലാ മനുഷ്യരെയും, പ്രത്യേകിച്ച് ദളിത്, പിന്നോക്ക വിഭാഗങ്ങളെ അടക്കം എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്നുള്ള വിശിഷ്ടമായ ലക്ഷ്യമാണ് ഗുരു ഗാന്ധി സമാഗമത്തിലൂടെ തെളിഞ്ഞു വന്നത്. വർണ്ണവർഗ്ഗങ്ങൾക്കതീതമായി ഗാന്ധിജി തന്നെ പറയുന്നുണ്ടല്ലോ, വർണ്ണശാലയുടെ മാവിൻ്റെ ചൂടിൽ കാണുന്ന പലതരത്തിലുള്ള ഇലകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വർണ്ണവർഗ വ്യത്യാസം ഇലകളിൽ കാണുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഗുരു നൽകുന്ന സന്ദേശം ഇതാണ്. വർണ്ണത്തിലും വർഗത്തിലും ഒക്കെ ഇവർക്ക് ഭേദം ഉണ്ടെങ്കിലും ഇലകളിൽ വ്യത്യാസമുണ്ടെങ്കിലും അവയുടെ എല്ലാം സത്ത ചാറെടുത്തൊഴിച്ചു നോക്കിയാൽ എല്ലാറ്റിനും ഒരേ രസമാണ് എന്ന ഏകത്വ ദർശനമാണ് ഗുരു മഹാത്മാഗാന്ധിക്ക് പകർന്നു നൽകുന്നത്. ആ ദർശനം തന്നെയാണ് ശിവഗിരി മഠവും ശ്രീനാരായണ ധർമ്മസംഘവും ലോകത്ത് നൽകുന്നത്. ആ ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ്. അത് തന്നെയാണ് ഗുരുദേവൻ്റെ, അല്ലെങ്കിൽ അവിടെ ശിവഗിരി സന്ദർശിച്ചപ്പോൾ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് കൃത്യമായും. അത് ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമാണ് എന്ന് ഗാന്ധിജി പറഞ്ഞപ്പോൾ അതിനെ കൃത്യമായി ഗുരുദേവൻ ഖണ്ഡിക്കുന്നുണ്ട്. അത് ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം എന്ന് ഗാന്ധിജി പറയുമ്പോൾ അത് ഗുരുദേവൻ പറഞ്ഞു വെക്കുന്നുണ്ട്, അത് മനുഷ്യ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ആ ശിവഗിരി മഠത്തിൻ്റെ മുറ്റത്ത് നിന്ന ഒരു മാവിലയിൽ, അല്ലെങ്കിൽ ആ മാവിനെ ചൂണ്ടിക്കൊണ്ടാണ് അദ്ദേഹം ആ ഉദാഹരണം പറയുന്നത്. മാവിലകൾക്ക് പല ആകൃതിയാണ്, പക്ഷേ അതിൻ്റെ എല്ലാം സത്ത, അതിൻ്റെ രുചി ഒന്ന് തന്നെയാണ് എന്ന് ഗുരുദേവൻ പറയുമ്പോൾ മഹാത്മാഗാന്ധിജി അത് ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. വളരെ പ്രസക്തമായ സംഭാഷണത്തിൻ്റെ വിവരങ്ങളൊക്കെ തന്നെ ഇപ്പോൾ രേഖപ്പെടുത്തി വരുന്നുമുണ്ട്. ഡോക്ടർ എം വി നടേശൻ, സ്വാമിജി സംസാരിച്ചു കഴിഞ്ഞ് അങ്ങയിലേക്ക് വരാം. അങ്ങ് ആ സൂമിൻ്റെ മ്യൂട്ട് ഒന്ന് റെഡിയാക്കിയാൽ നമുക്ക് അങ്ങയിലേക്ക് വരാം. സ്വാമിജി ഇക്കാര്യം കൂടി ഒന്ന് പൂർത്തിയാക്കിയാൽ, കാരണം ഈ ജാതി വ്യവസ്ഥ എന്ന് പറയുന്നതിനെ എത്ര മനോഹരമായിട്ടാണ് ശ്രീനാരായണ ഗുരു ഉദാഹരണ സഹിതം വിശദീകരിച്ചത്. സ്വാമി അസംഗാനന്ദഗിരി.
മഹാത്മാവായ രാഷ്ട്രപിതാവ് ഗുരുവിനെ സന്ദർശിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ജാതി വ്യവസ്ഥയുടേതായ ചില സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ കൊണ്ടായിരുന്നു മഹാത്മജി ഗുരുവിനെ സന്ദർശിക്കുന്നത്. എന്നാൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ സന്നിധിയിലെത്തുമ്പോൾ ഗുരുവുമായിട്ടുള്ള സംഭാഷണത്തിന് ശേഷം പുതിയൊരു ഗാന്ധിയാണ് ശിവഗിരിയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുന്നത് എന്നുള്ള ചരിത്ര യാഥാർത്ഥ്യമാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. കാരണം ഉള്ളിലുള്ള ആ ജാതിപരമായ ചിന്താഗതികളെല്ലാം അലിഞ്ഞ് ഗുരുവിൻ്റെ മുമ്പിൽ ഇല്ലാതാകുന്ന കാഴ്ചയാണ് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കുന്നത്. എല്ലാവരെയും ഒരുപോലെ കണ്ട് ഒരു ദളിതനായതുകൊണ്ടല്ല, അല്ല അധകൃതനായതുകൊണ്ട് അവരെ സ്നേഹിക്കുന്നതല്ല, മറിച്ച് തന്നെപ്പോലെ തന്നെ ഒരാത്മസാഹോദര്യത്തിൻ്റെ മഹാമന്ത്രമാണ് ഗുരു ലോകത്തിന് നൽകിയത്. അതുതന്നെയാണ് മഹാത്മാഗാന്ധിക്കും അവിടെ നിന്ന് ഉൾക്കൊള്ളാൻ സാധിച്ചത്. തീർച്ചയായും. ഡോക്ടർ എം വി നടേശൻ, നേരത്തെ അങ്ങയോട് ചോദിച്ചെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം സംസാരിക്കാൻ കഴിഞ്ഞില്ല. എം വി നടേശൻ, പ്രധാനമന്ത്രി വരെ ഈ ഭാരതത്തെ നയിക്കുന്നത്, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഭരണപരമായ കാര്യങ്ങളിൽ പോലും ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങൾ കൃത്യമായി സ്വാധീനിക്കുന്നു. അതാണ് നടപ്പാക്കുന്നത്. സ്വച്ഛ ഭാരത് പോലുള്ള തൻ്റെ പ്രവർത്തനങ്ങൾ, സബ്കെ സാത്ത് സബ്കെ വികാസ് പോലെയുള്ള ഭരണപരിഷ്കാരങ്ങളിലൊക്കെ ശ്രീനാരായണ ഗുരുദേവൻ്റെ ആശയമുണ്ട്. ഭാരതത്തെ മുന്നോട്ട് നയിക്കുന്നത് അതാണ് എന്നൊക്കെ പറയുന്നു. നമ്മൾക്കൊക്കെ അഭിമാനമാണ്. മലയാളി എന്നുള്ള നിലയിൽ സ്വാമിജി, കേരളീയനായ ഒരു സ്വാമിജി, ലോകോത്തരമായ നിലയിൽ അദ്ദേഹത്തെ പ്രോജ്വലിപ്പിക്കുന്ന ഈ മുഹൂർത്തത്തിൽ നമ്മൾ ഏറെ അഭിമാനിക്കുന്നു. പക്ഷെ കേരളം എന്ത് ചെയ്തു? കേരളം എന്ത് ചെയ്യുന്നു? ശ്രീനാരായണ ഗുരുവിനെ കേരളം ഇന്നും വേണ്ട നിലയിൽ പരിഗണിച്ചിട്ടുണ്ടോ? എന്താണ് കേരളം ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങളോട് മുഖം തിരിച്ച് തന്നെയല്ലേ നിൽക്കുന്നത്? ഡോക്ടർ എം വി നടേശൻ. നമസ്കാരം. നേരത്തെ രണ്ടുപേരും ഇതിൻ്റെ വളരെ പ്രസക്തമായ കാര്യങ്ങൾ പറഞ്ഞു. ഇന്ന് ശ്രീമാൻ നരേന്ദ്രമോദിജി മഹാത്മാഗാന്ധിയുടെയും അതുപോലെ തന്നെ ഗുരുദേവന്റെയും പാദകമലങ്ങളിലും നമസ്കാരം ചെയ്തുകൊണ്ടാണ് തുടങ്ങിയത്. അതിനെ തുടർന്ന് താൻ വികസിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന വികസിത ഭാരതം, അതിൻ്റെ പ്രേരണ ഗുരുദേവന്റെ ദർശനങ്ങളാണ് എന്ന് പറയണ്ടേ. സാധാരണ രാഷ്ട്രീയ നേതാക്കന്മാര് അവര് ആ തരത്തിലൊക്കെ പറയാറുണ്ട്. പക്ഷെ ഈ നിലവിലുള്ള ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ബില്ല്, അതിന്റെ ചർച്ച തുടങ്ങുമ്പോൾ അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന രാംനാഥ് കോവിന്ദ് അദ്ദേഹം പറയുന്നുണ്ട്, ഈ നിർദ്ദിഷ്ട ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ പ്രേരണ അത് ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങളാണ്. അത് വളരെ അന്ന് ചർച്ച ചെയ്തിരുന്ന, ഞങ്ങൾ അദ്ദേഹത്തെ 1-2 പരിപാടിയിൽ ഇതേ കാരണം കൊണ്ട് വിളിക്കേണ്ട. കഴിഞ്ഞ മാസത്തിൽ ഇതേ കാര്യം, അതായത് ഗുരുദേവന്റെയും ഗാന്ധിജിയുടെയും സമാഗമത്തിന്റെ ശതാബ്ദി വാർഷികാഘോഷം UK നടന്നപ്പോൾ അതിൽ പങ്കെടുത്തുകൊണ്ടും അദ്ദേഹം പറയണ്ടായി. അപ്പൊ ഇത് കാണിക്കുന്നത് ഇത് വളരെ കൃത്യമായ ഒരു കാഴ്ചപ്പാടാണ്. വിദ്യാഭ്യാസവും തൊഴിലും അതുപോലുള്ളതായ സ്ത്രീ വിദ്യാഭ്യാസം, വ്യവസായം, സംഘടന തുടങ്ങി പല കാര്യങ്ങളിലും ഗുരുവിന്റെ ദർശനം ഏറെ, അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, അതായത് ഇത്തരത്തിൽ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പ്രകാശസ്തംഭമാണ് എന്നാണ് പറഞ്ഞത്. ആ തരത്തിൽ വളരെ കൃത്യമാണ് ആ നിർവൃതി പഞ്ചകത്തെക്കുറിച്ചും ആത്മോപദേശ ശതകത്തെക്കുറിച്ചും ഗുജറാത്തിൽ ജനിച്ച നരേന്ദ്രമോദി അത് പറയണമെങ്കിൽ അത്രമേൽ ആഴത്തിൽ അദ്ദേഹം മനസ്സിലാക്കിയിരിക്കണം. ഇനി നമ്മൾ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, കേരളം വാസ്തവത്തിൽ ഗുരുദേവനെ അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ഉൾക്കൊണ്ടിട്ടില്ല. 2 തരത്തിൽ. ഒന്ന്, കേരളം ഭരിച്ച ആരൊക്കെയാണോ ഭരിച്ചിട്ടുള്ളത് അവരാരും ഉൾക്കൊണ്ടിട്ടില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും ശിവഗിരി എന്ന് പറയുന്ന പുണ്യസ്ഥലത്ത് വന്ന് നമ്മുടെ ഭരണാധിപന്മാര് സന്യാസി സമൂഹത്തെ ആക്ഷേപിക്കുന്നു, കാവ്യ വസ്ത്രം ധരിച്ചതിനെ ആക്ഷേപിക്കുന്നു, ആത്മീയതയെ ആക്ഷേപിക്കുന്നു. ഇത് വളരെ കൃത്യമാണ്. ഇവർക്കൊരിക്കലും ഗുരുദേവനെ പിന്തുടരാനോ ഉൾക്കൊള്ളാനോ സാധ്യമല്ല എന്നുള്ളതാണ്. ഇതുകൊണ്ടാണ് പൊതുസമൂഹത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മദ്യത്തിന്റെ ഉപഭോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, മയക്കുമരുന്നിന്റെ ഉപയോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, അതുപോലെ തന്നെ ജാതീയതയും വിഭാഗീയതയും മുൻപത്തേക്കാൾ കൂടുതലായിക്കൊണ്ടിരിക്കുന്നു. ഇതിന് കാരണം ഗുരുവിന്റെ ദർശനത്തെ ജീവിതത്തിലേക്ക് പകർത്താൻ കേരളീയർ ഇന്നും തയ്യാറായിട്ടില്ല.
അതല്ല എങ്കിൽ ആ തരത്തിലുള്ളൊരു വിദ്യാഭ്യാസം നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ്. അങ്ങനെ അല്ല വേണ്ടത്, നമുക്കത് വിദ്യാഭ്യാസത്തിലൂടെ നൽകണം. ഇതാണ് നരേന്ദ്രമോദിജി പറഞ്ഞതിന്റെ രത്നച്ചുരുക്കം. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ചില പ്രതീക്ഷകൾ കൂടിയുണ്ട്. അതായത് ശിവഗിരി അല്ലെങ്കിൽ വർക്കല എന്ന് പറഞ്ഞാൽ അത് ദക്ഷിണ കാശിയാണ്. കാശി എനിക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ശിവഗിരിയും എനിക്ക് ഏറെ പുണ്യമാണ്, പവിത്രമാണ്. ആ ശിവഗിരി, അതിൻ്റെ വളർച്ച, എല്ലാ തരത്തിലുള്ള വളർച്ച അത് ആവശ്യമാണ് എന്ന കാര്യവും അദ്ദേഹം എടുത്തു പറയണ്ടേ. ഇത് കാണിക്കുന്നത് നമുക്കറിയാം, യഥാർത്ഥത്തിലുള്ള വാരണാസി, കാശി, അതിന്റെ വികസനം ഏത് രീതിയിലാണ് ഇപ്പൊ വന്നിട്ടുള്ളത് നമുക്കറിയാം. തീർച്ചയായും ആ തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് തന്നെയാണ് നരേന്ദ്രമോദിജിയുടെ മനസ്സിലുള്ളത്. ആ സങ്കല്പത്തെ നമുക്ക് സഫലമാക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നമ്മുടെ ഭാഗത്തുനിന്ന് കൂടി ഉണ്ടാവണം. അത് എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ ഭേദങ്ങളും മാറ്റിവെക്കണം. ഇന്നിപ്പോ ആ വേദിയിൽ പല രാഷ്ട്രീയ വിചാരമുള്ള ആളുകളുണ്ടായിരുന്നു. അവരെല്ലാം ഒരേ വാക്കുകളാണ് പറയുന്നത്. പക്ഷെ ഇൻ പ്രാക്ടിക്കൽ, അതായത് ഗുരുവിന്റെ ദൈവദശകം എന്ന് പറഞ്ഞ ആ സർവമത പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ഒരു പരിപാടി നടത്താൻ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയക്കാരനും തയ്യാറാവണം. മനസ്സിലായില്ലേ? നരേന്ദ്രമോദിജി എന്ന് പറയുന്ന മഹാൻ, അദ്ദേഹം ചെറിയ പ്രായം മുതൽ ഭുലേ നാരായണോ ഗുരു എന്ന് പറഞ്ഞ പ്രാതസ്മരണ ചൊല്ലിച്ചും വളർന്ന ആളാണ്. അതുപോലെ തന്നെ ഈ സമയത്ത് നമ്മൾ മറക്കാൻ പാടില്ലാത്തത്, സ്വർഗീയ പരമേശ്വർജി ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് എഴുതിയ നവോത്ഥാനത്തിന്റെ പ്രവാചകൻ. ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും പരമേശ്വർജിയുടെ ആ വാക്കുകളിലൂടെ ആയിരിക്കണം നരേന്ദ്രമോദിജി ഗുരുദേവനെ ശരിയായി മനസ്സിലാക്കിയിട്ടുള്ളത്. പരമേശ്വർജി ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്, നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന വിഭാഗീയതകൾ മാറാൻ വേണ്ടി, അതുപോലെയുള്ള പല കാര്യങ്ങളും, അന്ധവിശ്വാസം, ഇതെല്ലാം മാറണമെങ്കിൽ യഥാർത്ഥത്തിൽ ഗുരുവിന്റെ ദർശനത്തെ നമുക്ക് സമൂഹത്തിലേക്ക് സംക്രമിപ്പിക്കണം. അദ്ദേഹം പറയുന്നുണ്ട്, യഥാർത്ഥത്തിൽ ഈ നവോത്ഥാന കേരളം വളരേണ്ടിയിരുന്നത് ഗുരുദേവ ദർശനങ്ങളിൽ ആയിരുന്നു. എന്നാൽ ആ ഗുരുദേവ ദർശനങ്ങളെ മാറ്റിവെക്കുകയും നമ്മുടെ നാടുമായി യാതൊരു ബന്ധമില്ലാത്ത ചിന്തകളുടെ അടിസ്ഥാനത്തിൽ കേരളത്തെ വികസിപ്പിക്കാൻ ശ്രമിച്ചതിന്റെ ദുരന്ത ഫലമാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഇനിയെങ്കിലും ലോകം ഗുരുവിനെ നെഞ്ചോട് ചേർക്കുമ്പോൾ നാം കേരളീയർ ഒരു തരത്തിലും കൈവിടാൻ പാടില്ല. നാം കുറെ കൂടി മുറുകെ പിടിക്കേണ്ടതുണ്ട്. നമ്മുടെ വിചാരത്തില്, നമ്മുടെ പ്രവർത്തനങ്ങളില് എല്ലാം ഈ കാര്യം വരേണ്ടതുണ്ട്. അത് മദ്യത്തിന്റെ കാര്യമാവാം, മയക്കുമരുന്നിന്റെ കാര്യമാവാം, അതല്ലെങ്കിൽ ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധമാവാം. ഇതെല്ലാം തന്നെ ഒറ്റ മന്ത്രത്തിനെ സാധിക്കുകയുള്ളൂ. അത് രാധാകൃഷ്ണൻ സാറ് പറഞ്ഞതുപോലെ അദ്വൈതം എന്ന ഒരു മന്ത്രത്തിനാണ്. ഒരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇതിനെ പിന്തുടർന്നാണ് പിൽക്കാലത്ത് നടരാജഗുരുവും നിത്യചൈതന്യ യതിയും ലോക സമാധാനത്തിന് വേണ്ടിയും ഏകലോക ദർശനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിദ്യാഭ്യാസത്തെക്കുറിച്ചും സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ചും എല്ലാം ഗൗരവമായി ചിന്തിച്ചിട്ടുള്ളത്. അതിന്റെ ഒരു പിന്തുടർച്ച കേരളത്തിൽ നിന്നുണ്ടാവണം. അതിനുള്ള ഒരു വിദ്യാഭ്യാസമാണ് ദേശീയ വിദ്യാഭ്യാസം. അത് ഉൾക്കൊള്ളാൻ ഇതിന്റെ ഭാഗമായിട്ടുള്ള IKS, ഇന്ത്യൻ നോളജ് സിസ്റ്റം, അതിൽ ഇത്തരത്തിലുള്ള മഹാന്മാരുടെ ജ്ഞാനത്തെ പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പേസ് ഉണ്ട്. പക്ഷേ അതെല്ലാം തന്നെ അതത് സംസ്ഥാന സർക്കാരുകളുടെ പരിധിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് കേരളം ഭരിക്കുന്ന അത് ഏത് പാർട്ടി ആയിക്കോട്ടെ, അവര് ഇതിനെ ഉൾക്കൊള്ളാൻ ശ്രമിക്കണം. നമ്മുടെ ഭാവി തലമുറയെ ഓർത്തെങ്കിലും തലമുറയെ ഓർത്ത് ഗുരുദേവ ദർശനങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണം. അത്തരത്തിലുള്ള കാര്യങ്ങൾ വേണം. പക്ഷെ നമ്മുടെ ഭരണാധികാരികൾ റാപ്പർ വേടനെ പറ്റി പഠിക്കാനാണ് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താൻ പോകുന്നത്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്നാണ് ശ്രീനാരായണ ഗുരുദേവൻ ഉദ്ബോധിപ്പിച്ചത്. അത് തന്നെയാണ് ഗാന്ധിജിയും തൻ്റെ ആശയങ്ങളിൽ ഊന്നി പറയുന്നത്. ഡോക്ടർ KS രാധാകൃഷ്ണൻ, നമുക്ക് ഡോക്ടർ MV നടേശൻ പറഞ്ഞതിൻ്റെ ബാക്കിയായി പറയാം. കേരളം എന്തു ചെയ്തു എന്നുള്ള ചോദ്യം. അപ്പോൾ ചോദിക്കും, ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ ഒരു യൂണിവേഴ്സിറ്റി ആരംഭിച്ചിട്ടുണ്ട്. അത് ഗുരുദേവന് നൽകുന്ന അല്ലെങ്കിൽ ഗുരുദേവനോടുള്ള ആദരവിൻ്റെ ഭാഗമല്ലേ എന്ന് ചോദിക്കാം.
ശ്രീനാരായണ ഗുരു ദർശനങ്ങളൊക്കെ അവിടെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു സർവകലാശാല തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നു. ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ, അങ്ങ് മുൻ വൈസ് ചാൻസലർ കൂടിയാണല്ലോ. അപ്പോൾ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി ശ്രീനാരായണ ഗുരുവിന് നൽകാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു അംഗീകാരം എന്നുള്ള നിലയിലാണ് ഇപ്പോഴത്തെ ഭരണകർത്താക്കൾ പറയുന്നത്. ഗുരുദേവൻ്റെ ആശയങ്ങൾ എവിടെയെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഗവേഷണം നടത്തി തന്നെ കണ്ടെത്തേണ്ടിയും വരും. ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കൊണ്ട് ഗുരുദേവൻ്റെ ആശയങ്ങൾ സമ്പൂർണ്ണമായി പഠിപ്പിക്കാൻ കഴിയും, അല്ലെങ്കിൽ അത് പാഠ്യ രംഗത്ത് അത് വലിയ മുന്നേറ്റമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ? ഒരു സർവകലാശാല സ്ഥാപിതമായി എന്നുള്ളതിനെ ഞാൻ തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ഒരു സർവകലാശാല സ്ഥാപിക്കപ്പെട്ടതുകൊണ്ട് ഗുരുദേവൻ്റെ ആശയങ്ങൾക്ക് പ്രചാരണം കൊടുക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുമോ എന്നുള്ളതാണ്. അത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇതുവരെ കാര്യമായി നടന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് നിരാകരിക്കാൻ കഴിയില്ല. കാരണം ഗുരുദേവനെ സമഗ്രമായി പഠിക്കുന്ന ഒരു പാഠ്യക്രമം നമ്മുടെ സർവകലാശാലകളിലോ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലോ ഉൾപ്പെടുത്തിയിട്ടില്ല. അതൊരു വസ്തുതയാണ്. ഇപ്പോൾ ഗുരുദേവൻ എന്ന കവിയെ, ഞാനൊരു ഉദാഹരണം പറയുകയാണ്. ഗുരുദേവൻ എന്ന കവിയെ, ജനനീ നവരത്ന മഞ്ജരി പോലെയുള്ള കൃതികൾ എഴുതിയിട്ടുള്ള ഗുരുദേവൻ എന്ന കവിയെ അതിൻ്റെ ഗരിമയിൽ പഠിക്കുന്നതിനോ ഉള്ള ശ്രമം കേരളത്തിൽ അക്കാദമിക രംഗത്ത് നടക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നേയില്ല. കാരണം അങ്ങനെ ഒരു പഠനമൊന്നും നടക്കുന്നില്ല. ഇവിടെ പരിശ്രമിച്ചിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഗുരുദേവൻ കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് വരുത്തി തീർക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. ഗുരുദേവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരാൾ എന്ന നിലക്ക് അദ്ദേഹത്തെ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് EMS മുതൽ ഇങ്ങോട്ടുള്ള എല്ലാവരും പരിശ്രമിച്ചിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയൊരു അപകടം എന്താണെന്ന് വെച്ചാൽ, ഗുരുദേവൻ ഒരു സനാതന ധർമ്മത്തിൻ്റെ ജീവിച്ചിരുന്ന പ്രചാരകനാണ് എന്നുള്ള കാര്യം ഇവർ മറന്നുപോവുകയാണ്. അദ്ദേഹം സനാതനധർമ്മത്തിന് ജീവിതത്തിലൂടെ ഭാഷ്യം ചമച്ച ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ കൃതികളിൽ കാണുന്ന ഭാഷ്യങ്ങൾ, ഇപ്പോൾ ഇവിടെ നടേശൻ ആ കൃതികളിൽ ചിലതിനെക്കുറിച്ച് പറഞ്ഞു. ആ കൃതികളിലെ സന്ദേശം അത് മുഴുവൻ ജീവിതത്തിൽ കർമ്മസാക്ഷ്യമാക്കി മാറ്റുകയാണ്. അതത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അതാണ് ഗുരുദേവൻ കാണിച്ചു തന്ന ഏറ്റവും മഹത്തായ സംഭാവന എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ദർശനമാല എഴുതുകയും ആത്മോപദേശ ശതകം എഴുതുകയും ഈ ജനനീ നവരത്ന മഞ്ജരി എഴുതുകയും ഹിന്ദു ദേവീ ദേവന്മാരെക്കുറിച്ച് അനേകം സ്തോത്രകൃതികൾ എഴുതുകയും അത് പ്രചരിപ്പിക്കുകയും അത് പാടുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഗുരുദേവൻ, ആ ഗുരുദേവന് യാതൊരു ഉളുപ്പും കൂടാതെയാണ് ഇദ്ദേഹം സനാതനധർമ്മത്തെ അല്ല സാക്ഷ്യപ്പെടുത്തിയത് എന്നുള്ളതാണ്. സനാതനധർമ്മത്തെക്കുറിച്ച് ഒരാൾക്ക് അജ്ഞതയുണ്ട് എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ക്ഷന്തവ്യമാണ്, ക്ഷമിക്കേണ്ടതാണ്. കാരണം അറിവില്ലായ്മ ഒരാളുടെയും ഒരു കുറ്റമല്ല. പക്ഷേ അറിവില്ലാത്ത വിഷയത്തെക്കുറിച്ച് അറിയാമെന്ന ധാരണയിൽ പ്രചാരണം നടത്തുന്നതാണ് കുറ്റം. ശ്രീനാരായണ ഗുരുദേവൻ ജീവിതത്തിൽ പ്രയോഗിക്കാൻ ശ്രമിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്ത സനാതനധർമ്മത്തിൻ്റെ പ്രായോഗികമായ കർമ്മപദ്ധതി, ആ കർമ്മപദ്ധതിയെ അപ്പാടെ നിരാകരിച്ചുകൊണ്ട് അദ്ദേഹം കമ്മ്യൂണിസമാണ് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് എന്ന് പറയുന്നത് തനിക്ക് മനസ്സിലാകാത്തത് അപ്രസക്തമാണ് എന്ന്. അങ്ങയിലേക്ക് വരാം. സ്വാമിജിക്ക് അല്പം ധൃതിയുള്ളത് കൊണ്ട് അദ്ദേഹത്തിലേക്ക് പോവുകയാണ്. സ്വാമി അസംഗാനന്ദഗിരി, ഇവിടെ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ സൂചിപ്പിക്കുന്ന കാര്യം ശ്രീനാരായണ ദർശനങ്ങൾ എത്രമാത്രം കേരളം അത് ഉൾക്കൊണ്ടു എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ ദൈവദശകം കേരളത്തിൻ്റെ പൊതു പ്രാർത്ഥനാ ഗീതമാക്കണമെന്നുള്ള ആവശ്യം അത് ശ്രീനാരായണീയർ മാത്രമല്ല, കേരളത്തെ സ്നേഹിക്കുന്ന ശ്രീനാരായണ ദർശനങ്ങളെ ഉൾക്കൊള്ളുന്ന എല്ലാ ആളുകളും പൊതുവെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ദൈവദശകം കേരളത്തിൻ്റെ പ്രാർത്ഥനാ ഗീതമായി തിരഞ്ഞെടുക്കണം. പക്ഷേ ഇന്നേ വരെ മാറി മാറി വന്ന സർക്കാരുകൾ അത് നടപ്പാക്കിയിട്ടില്ല. ആ ഗീതം പരിശോധിച്ചാൽ അറിയാം, ഒരു ദൈവത്തെയും പേരെടുത്ത് പ്രകീർത്തിക്കുന്നില്ല. 2 ഭാഗങ്ങളിൽ മാത്രമാണ് മഹാദേവൻ എന്നുള്ളൊരു പരാമർശമുള്ളത്. ആ മഹാദേവൻ യേശുക്രിസ്തു ആകാം, ആ മഹാദേവൻ അള്ളാഹു ആകാം, ആരുമാകാം. പിന്നെ എന്തുകൊണ്ടാണ് ദൈവദശകം കേരളത്തിൻ്റെ പൊതു പ്രാർത്ഥനാ ഗീതമാക്കണമെന്നുള്ള
വളരെ കാലങ്ങളായിട്ടുള്ള ആവശ്യം നടക്കാതെ പോകുന്നത് സ്വാമി അസംഗാനന്ദഗിരി? തീർച്ചയായും ചിന്തിക്കേണ്ടുന്ന വിഷയം തന്നെയാണ്. ഒരു നൂറ്റാണ്ട് പിന്നിടുമ്പോഴും ഗുരു നൽകിയ ദൈവദശകം എല്ലാവർക്കുമായി ജാതിമത ഭേദമന്യേ പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കാവുന്ന സൃഷ്ടിയും സൃഷ്ടാവും സൃഷ്ടിജാലവും ഒക്കെ ഒന്നായിത്തീരുന്ന ഒരേ ഒരു ഏകത്വത്തിലേക്ക് അവസാനിക്കുന്ന പൂർണ്ണമായ സുഖത്തിലേക്ക് ഒരു മനുഷ്യ സമൂഹത്തെ അല്ലെങ്കിൽ മാനവരാശിയാകവെ ആഴമേറുന്ന മകസാകുന്ന ആ ആഴിയിലേക്ക് പരമമായ സുഖത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു വിശ്വപ്രാർത്ഥനയാണ് ദൈവദശകം. ആ ദൈവദശകം പോലും നമ്മുടെ കേരളീയ സമൂഹത്തിന് എത്രമാത്രം ഉൾക്കൊള്ളാൻ സാധിച്ചു എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ആശാവഹമായി ഒന്നും കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ എന്താണ് വിശ്വപ്രാർത്ഥനയായി മാറേണ്ടുന്ന ദൈവദശകം തന്നെ ഓരോ കേരളീയനും ഓരോ ഭാരതീയനും പ്രചരിപ്പിക്കുവാനുള്ള ധർമ്മം നമുക്ക് ഏവർക്കുമുണ്ട്. അതിന് ഗവൺമെൻറ്റും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ ഒരുമിച്ച് ദൈവദശകത്തെ കൂടുതൽ പഠിക്കുകയും വിശ്വ സാഹോദര്യത്തിൻ്റെ മഹാമന്ത്രമായി ദൈവദശകം നമ്മൾക്ക് നിത്യവും ഉരുവിടേണ്ടുന്ന ഒരു സംസ്കാരം കേരളത്തിൽ നിന്നും തുടങ്ങേണ്ടത് തന്നെയാണ്. എല്ലാ സ്കൂളുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടക്കം എല്ലാ സ്ഥാപനങ്ങളിലും ദൈവദശകം പ്രാർത്ഥനാ ഗീതമായി മുഴങ്ങേണ്ടതുണ്ട്. അതിന് ഗവൺമെൻറ് തന്നെ മുന്നിട്ട് പരിശ്രമിക്കേണ്ടുന്നത് ഏറ്റവും ഉചിതമായിരിക്കും. വളരെ കാലം കടന്നുപോയി, ഇനിയും അതിന് പരിശ്രമിച്ചില്ലെങ്കിൽ അത് ഗുരുവിനോട് കാണിക്കുന്ന ഏറ്റവും വലിയൊരു നീതികേട് തന്നെയായിരിക്കും. അത് വലിയ നീതികേടായി തന്നെ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ശ്രീനാരായണ ഗുരുദേവൻ്റെ ആശയങ്ങൾ നടപ്പാക്കാം എന്ന് അല്ലെങ്കിൽ നടപ്പാക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നവർ ഒരിക്കലും ദൈവദശകത്തെ ഇത്തരത്തിൽ അവഗണിക്കുകയില്ല എന്ന് നമുക്ക് വ്യക്തമാണ്. ഡോക്ടർ എം വി നടേശൻ, ഇവിടെ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ പറയുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ടല്ലോ. ഈ ശ്രീനാരായണ ഗുരുദേവൻ്റെ ആശയങ്ങൾ യാതൊന്നും തന്നെ കൃത്യമായി കേരളത്തിൽ നടപ്പാക്കുന്നില്ല എന്നുള്ളതാണ്. എല്ലാ കവലകളിലും അല്ലെങ്കിൽ ഓരോ ഗ്രാമങ്ങളിലും മദ്യശാലകൾ തുടങ്ങുന്നു. മദ്യം ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ ഗുരുദേവൻ്റെ ആശയങ്ങൾക്ക് വിരുദ്ധമായി എല്ലായിടങ്ങളിലും മദ്യശാലകൾ തുറന്ന് പരമാവധി ലാഭം നേടുന്ന അവസ്ഥ, അത് സാമൂഹ്യ അല്ലെങ്കിൽ അത് വരുമാനത്തിൻ്റെ ഒരു സ്രോതസ്സായി മാറുന്നു. അതുമാത്രമല്ല, ജാതി വ്യവസ്ഥ നോക്കിയാൽ ഏറ്റവും കൂടുതൽ ജാതി ചിന്തകൾ അടിച്ചേൽപ്പിക്കുന്ന കാലഘട്ടം. ഇതെല്ലാം മുന്നോട്ട് പോകുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ ആശയങ്ങളെ കേരളം അവഗണിക്കുന്നു എന്ന് തന്നെയല്ലേ പറയേണ്ടത് ഡോക്ടർ എം വി നടേശൻ? തീർച്ചയായും. ഇപ്പോൾ നേരത്തെ അങ്ങ് സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഈ വേടന്റെ പാട്ടുകൾ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു തരത്തിലുള്ള സമ്മർദ്ദവും വന്നിട്ടില്ല. ഒരു ജനതയുടെ ആവശ്യമേ അല്ല. പക്ഷെ ഗുരുവിന്റെ ദർശനങ്ങൾ പഠിപ്പിക്കണം എന്നത് ദീർഘകാലമായിട്ടുള്ള ആവശ്യമാണ്. അതൊന്നും ഇതുവരെ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. ഒരു കള്ളന്റെ ആത്മകഥയും ഒരു വേശ്യയുടെ ആത്മകഥയും എല്ലാം നമ്മുടെ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കുന്നുണ്ട്. എന്ത് സന്ദേശമാണ് അതിൽ നിന്ന് ലഭിക്കുന്നത്? അപ്പോ തികച്ചും എന്താ പറയാ, ഗുരുവിന്റെ ദർശനത്തെ വളരെ അവഹേളിക്കുന്ന തരത്തിലാണ് നമ്മുടെ സിലബസുകൾ കൈകാര്യം ചെയ്യുന്നത്. ഇതുപോലെ തന്നെ കേരളത്തിലെ സംസ്കൃത സർവകലാശാല, MG യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റികളിൽ എല്ലായിടത്തും ഗുരുദേവ പഠന ചെയറുകളുണ്ട്. ഈ ചെയറുകൾ എന്താണ് ചെയ്തിരിക്കുന്നത് അല്ലെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ വളരെ അപഹാസ്യമാണ്. അതിനു വേണ്ടിയിട്ട് പണം ചെലവഴിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും ചെയ്യുന്നില്ല. കൃത്യമായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഓപ്പൺ യൂണിവേഴ്സിറ്റി, അത് ഗുരുവിന്റെ പേരിട്ടുന്നത് മാത്രമേ ഉള്ളൂ. അതിൽ നമുക്കറിയാം അതൊരു ഡിഗ്രി ഉണ്ട്, ഗുരുവിന്റെ ദർശനത്തെ സംബന്ധിച്ച് പഠിപ്പിക്കാനുള്ള ഒരു ഉണ്ട് എന്നുള്ളത് വലിയ മഹാകാര്യമാണ്. പക്ഷെ നമുക്ക് വേണ്ടത്, ഇപ്പൊ നമ്മുടെ കേരളത്തിലും ഫിലോസഫി എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ആദരണീയനായ രാധാകൃഷ്ണൻ സാറ് ഫിലോസഫിയുടെ അധ്യാപകനാണ്. ഈ ഫിലോസഫി പഠിപ്പിക്കുന്ന ഏതെങ്കിലും സിലബസിൽ അല്ലെങ്കിൽ പഠിച്ചു പുറത്തിറങ്ങിയ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ അധ്യാപകൻ ഗുരുവിന്റെ ദർശനമാല എന്ന് പറയുന്ന കൃതി, ആത്മോപദേശ ശതകം എന്ന് പറയുന്ന കൃതി, തേവാരപ്പതികങ്ങൾ എന്ന് പറയുന്ന കൃതിയുടെ ഉള്ളടക്കം വായിച്ചു പറയാൻ കെൽപ്പുള്ള ആരെങ്കിലും ഇന്നോളം പുറത്തിറങ്ങിയിട്ടുള്ളതാണ്? ഇല്ല, ഇറങ്ങിയിട്ടില്ല. എന്നാൽ ഈ ദർശനമാല എന്ന് പറയുന്നത് കൃത്യമായി നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ദർശനങ്ങളെയും സ്വാംശീകരിക്കുന്നതാണ്. അത് നമുക്ക് ദ്വൈതത്തെയും അദ്വൈതത്തെയും വിശിഷ്ടാദ്വൈതത്തെയും ബൗദ്ധ ദർശനത്തെയും എല്ലാത്തെയും നമുക്കതിൽ കാണാൻ സാധിക്കും. നടരാജഗുരുവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് മൂല്യവർദ്ധിതമായി ബ്രഹ്മവിദ്യയെ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള, റീസ്റ്റേറ്റഡ് ആയിട്ടുള്ള, റീവാല്യൂഡ് ആയിട്ടുള്ളതായ ഈ കൃതി നമ്മുടെ ഫിലോസഫി പഠിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ പോലും ഇല്ല എന്ന് പറഞ്ഞാൽ ബാക്കി പറഞ്ഞിട്ട് എന്താ കാര്യം ഇരിക്കുന്നത്?
അപ്പൊ അതുകൊണ്ട് വിദ്യാഭ്യാസത്തെക്കുറിച്ച് വളരെ കൃത്യമായി, അതായത് ശിശു വിദ്യാഭ്യാസം മുതൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം മുതൽ സ്ത്രീ വിദ്യാഭ്യാസത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതാണ് നേരത്തെ നരേന്ദ്രമോദിജി പറഞ്ഞത്, സ്ത്രീ വിദ്യാഭ്യാസത്തിലെ ഗുരുവിന്റെ സംഭാവനകളെ കുറിച്ച്. അദ്ദേഹം അവിടെ പറയുന്നുണ്ട്, ആത്മനിർഭരതയുടെ വലിയൊരു മന്ത്രമായിട്ടാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നതിനെ കാണുന്നത് അദ്ദേഹം. അപ്പോൾ ഞങ്ങളത് നടപ്പിലാക്കാൻ പോകുന്നു, അതിന് ഫണ്ട് വകയിരുത്തുന്നു, ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ വളരെ ആത്മാർത്ഥമായ പരിശ്രമമാണ്. ഇത് പറയുമ്പോൾ എനിക്ക് ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുള്ളത്, സംസ്കൃതത്തിൽ എഴുതിയിട്ടുള്ള കൃതികൾ ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് 1 കോടി രൂപ ഞാൻ ഇൻഡിപെൻഡന്റ് ഡയറക്ടറായിരുന്ന RVNL നിന്നും അത് കൊടുക്കേണ്ടായി. അതിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ദർശനമാലയുടെ വലിയൊരു വർക്കാണ് കഴിഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് കൃതികളും ഇന്ത്യയിലെ മറ്റു യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സെൽഫ് ലേണിംഗ് പാക്കേജ് ആയിട്ട് പുതിയ പാഠ്യപദ്ധതിക്ക് അനുഗുണമായി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേരളം ഇതിനെ അവഗണിച്ചാലും ഭാരതവും ലോകവും നെഞ്ചേറ്റും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് നമുക്ക് വളരെ പ്രതീക്ഷയുണ്ട് ഈ കാര്യത്തിൽ എന്നാണ് എനിക്ക് കൂട്ടിച്ചേർക്കാൻ. കേരളം എത്ര അവഗണിച്ചാലും ഭാരതവും ലോകവും ശ്രീനാരായണ ഗുരുവിനെ ഏറെ അംഗീകരിക്കും എന്നതിന്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് ഇന്ന് ഡൽഹിയിൽ നടന്ന സമ്മേളനത്തിൽ മുഴങ്ങിക്കേട്ടത്. साथियों, श्री नारायण गुरु कहते थे, विद्या कौन प्रबुद्धर आऊ का, संगठना कौन शक्तर आऊ का, प्रयत्नम कौन संपन्नार आऊ का. यानी एनलाइनमेंट थ्रू एजुकेशन, स्ट्रेंथ थ्रू ऑर्गेनाइजेशन, प्रॉस्पेरिटी थ्रू इंडस्ट्री. उन्होंने खुद भी इस विजन को साकार करने के लिए महत्वपूर्ण संस्थाओं की नींव रखी थी. സ്വാമി അസംഗാനന്ദഗിരി, പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഒരിക്കൽ കൂടി അങ്ങ് ശ്രദ്ധിച്ചു കാണുമല്ലോ. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടിച്ച് ശക്തരാകുക എന്നുള്ള ഗുരുദേവന്റെ മഹത്തായ ആശയം അത് പ്രധാനമന്ത്രി പറഞ്ഞു വെക്കുന്നു. അപ്പോൾ കൃത്യമായി പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ശ്രീനാരായണ ഗുരുവിനെ ഇത്രയധികം മനസ്സിലാക്കിയ ഒരു പ്രധാനമന്ത്രി ഭാരതത്തിനുണ്ടായിട്ടില്ല എന്ന് സ്വാമി സച്ചിദാനന്ദ സ്വാമികൾ ആ മഹാസമ്മേളനത്തിൽ പറഞ്ഞു. അപ്പോൾ ശ്രീനാരായണ ഗുരുദർശനങ്ങൾ ഇത്രയധികം ഉൾക്കൊള്ളുന്ന ഒരു പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ നരേന്ദ്രമോദി ഗുരുദേവ ദർശനങ്ങളെ എത്രമാത്രം ഉൾക്കൊണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം അദ്ദേഹം അത് തൻ്റെ ഭരണപരമായ കാര്യങ്ങളിൽ അദ്ദേഹം പ്രായോഗികമായി ഉപയോഗിക്കുന്നു എന്നാണ് അങ്ങ് കരുതുന്നത് സ്വാമി അസംഗാനന്ദഗിരി? അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഉടനീളം ആത്മീയമായ ചര്യയും ഗുരുക്കന്മാരെ ആത്മീയമായി തന്നെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തന ശൈലിയുമാണ് നരേന്ദ്രമോദി ഗവൺമെൻറ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഗുരുദേവ ദർശനത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തിയും ശുചിത്വത്തിൻ്റെ പ്രാധാന്യം, രണ്ടാമത് ഗുരു പറയുന്ന അഷ്ടലക്ഷ്യങ്ങളിൽ പറയുന്ന ശുചിത്വമാണ്, ഈശ്വരഭക്തി മൂന്നാമതാണ് ഈശ്വരഭക്തി പറയുന്നത്, പിന്നെ കൃഷി, കച്ചവടം, കൈത്തൊഴിൽ, ശാസ്ത്ര സാങ്കേതിക പരിശീലനങ്ങൾ, ഈ പറയുന്ന അഷ്ടലക്ഷ്യങ്ങളെല്ലാം തന്നെ ഒരു രാഷ്ട്രത്തിൻ്റെ സമഗ്രമായ പുരോഗതിക്ക് വേണ്ടി ഒരു ഗവൺമെൻറ് പോലും ചിന്തിക്കാത്ത കാലത്താണ് ഗുരു ഇതൊക്കെ ലോകത്തിന് ഉപദേശിക്കുന്നത്. ആ ഒരു തരത്തിൽ ചിന്തിക്കുമ്പോൾ അദ്ദേഹം ഗുരുവിനെ കുറിച്ച് നല്ലവണ്ണം ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ മുതൽ ശിവഗിരിയിൽ എത്തുന്ന 2 സന്ദർഭങ്ങളിലെയും പ്രസംഗങ്ങളിൽ ഗുരുവിൻ്റെ സന്ദേശങ്ങളെ, ഗുരുവിൻ്റെ പ്രായോഗികമായ വീക്ഷണങ്ങളെ സമഗ്രമായി ഉൾക്കൊണ്ടിട്ടുള്ള പ്രസംഗങ്ങൾ അദ്ദേഹത്തിൻ്റെ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഒരു ചടുലമായ ഒരു പ്രവർത്തന ശൈലിയുടെ വിദ്യാഭ്യാസ രംഗത്തും ശുചിത്വ കാര്യത്തിലും സംഘടനാപരമായ കാര്യങ്ങളിലും കൃഷി സംബന്ധമായ കാര്യങ്ങളിലും കർഷകരുടെ ശാക്തീകരണത്തെ സംബന്ധിച്ചൊക്കെ ചടുലമായ നടപടികൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന്, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ട്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള തരത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴും തന്നെ കിസാൻ സമ്മാന പദ്ധതി അടക്കം നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ അഴിമതിരഹിതമായ ഒരു ഗവൺമെൻറ്റിൻ്റെ സംശുദ്ധമായ ഒരു പ്രവർത്തന ശൈലി നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ രാജ്യസുരക്ഷ, എല്ലാ കാര്യങ്ങളിലും തന്നെ സത്യസന്ധമായ ഒരു ഗുരുത്വത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തന ശൈലി അദ്ദേഹത്തിന് ഗവൺമെൻറ്റിന് കാഴ്ചവെക്കാൻ സാധിച്ചു എന്നുള്ളത് വസ്തുത തന്നെയാണ്. അതുപോലെ തന്നെ സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളായി ഗുരുവിനെ ഉൾക്കൊള്ളുന്നതിനപ്പുറം ഒരു വിശ്വഗുരുവായി ശ്രീനാരായണ ഗുരുദേവനെ മനസ്സിലാക്കുവാനുള്ള ഒരു കണ്ണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും സന്തോഷജനകമായ കാര്യം. സാധാരണ
സാമൂഹിക പരിഷ്കർത്താക്കളുടെ പട്ടികയിൽ ഗുരുവിനെ ഉൾപ്പെടുത്തിയാണ് പഠിക്കുന്നത്. പക്ഷേ എന്താണ്, ഒരു ലോകത്തെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തെ മുഴുവൻ നയിക്കാൻ ശേഷിയുള്ള സമഗ്രമായ ഒരു ദർശനം മുന്നോട്ട് വെച്ച ഗുരുവിനെ ഒരു വിശ്വഗുരുവായി പഠിക്കുമ്പോഴാണ് ഗുരുവിൻ്റെ വിശാലമായ പഠനത്തിലേക്കും ചിന്തകളിലേക്കും നമുക്ക് എത്തിപ്പെടുവാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു പഠനം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നടത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ അത് വ്യക്തമാണ്. ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ, ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ശ്രീനാരായണ ഗുരു തത്വങ്ങൾ ഇത്രയധികം ഉൾക്കൊണ്ട മറ്റൊരു പ്രധാനമന്ത്രിയെ കണ്ടിട്ടില്ല എന്ന് ശിവഗിരിയിലെ സ്വാമി സച്ചിദാനന്ദ സ്വാമികൾ തന്നെ ഇന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾക്കറിയാം, പ്രധാനമന്ത്രിയുടെ വ്യക്തിജീവിതത്തിലേക്ക് കടന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ മുറിയിൽ വരെ ശ്രീനാരായണ ഗുരുവിൻ്റെ ചിത്രം, ശ്രീനാരായണ ഗുരുവിൻ്റെ ശില്പം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ കെ എസ് രാധാകൃഷ്ണൻ, ശ്രീനാരായണ ഗുരു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വാധീനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭരണപരിഷ്കാരങ്ങളിൽ അത് വ്യക്തമാണ്. അദ്ദേഹം അത് തുറന്നു പറയുന്നു. ലോകത്തിന് മുമ്പിൽ ഭാരതം മുന്നോട്ട് വെക്കുന്ന ദർശനങ്ങളിൽ പ്രധാനമാണ് ഗുരുദേവ ദർശനമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തന്നെയല്ലേ രാധാകൃഷ്ണൻ? അതെ, തീർച്ചയായിട്ടും. ഞാൻ ആ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇവിടെ പ്രൊഫസർ നടേശൻ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഇൻഫർമേഷന് വേണ്ടി പറയാം. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു 20 കുട്ടികൾ ഫിലോസഫിക്കാർ ദർശനമാലയിലും ആത്മോപദേശ ശതകത്തിലും അദ്ദേഹത്തിൻ്റെ മറ്റ് കൃതികളിലും അദ്വൈത ദീപികയിലും ഒക്കെ ഗവേഷണം നടത്തി PhD എടുത്തിട്ടുണ്ട്. ആ PhD എടുത്തിട്ടുള്ളവരെ അവരുടെ രീതിയിൽ അത് ഉൾക്കൊള്ളുകയും അത് പറയുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഒരു ഗവേഷക അധ്യാപകൻ കൂടിയായ നടേശന് ഓർക്കാവുന്നതാണ്. പിന്നെ അദ്ദേഹം ചോദിച്ചത് ഫിലോസഫിയിൽ എവിടെയെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ എന്നാണ്. ഉണ്ടല്ലോ, ഫിലോസഫിയിലുണ്ട്. MG യൂണിവേഴ്സിറ്റിയിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ കൃതികൾ പാഠ്യവിഷയമാക്കി വെച്ചിരുന്നു, അദ്ദേഹത്തിൻ്റെ ഫിലോസഫിയൊക്കെ. അത് ഇവിടെ സ്വാഭാവികമായിട്ടും സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. ഇനി ഇത് ആങ്കർ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അത് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ പ്രയാസ് എന്ന് അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുന്ന ആപ്തവാക്യങ്ങൾ. എല്ലാവരോടും ഒപ്പം, അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആരെയും പുറന്തള്ളാതെ എല്ലാത്തിനെയും ഉൾക്കൊള്ളുക എന്ന് പറയുന്ന ഭാരതത്തിൻ്റെ സനാതന ധർമ്മത്തിൻ്റെ രീതി, അതാണ് ഈ സബ്കാ സാത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഏതെല്ലാം തരത്തിലുള്ള വെൽഫെയർ മെഷേഴ്സാണോ നമ്മുടെ ബഹുമാനായ പ്രധാനമന്ത്രി ഈ രാജ്യത്ത് നടപ്പിലാക്കുന്നത്, അതിൻ്റെ ഗുണഭോക്താക്കളായി എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെയും ഒരുമിച്ച് ജാതി മത വർഗ രാഷ്ട്രീയ ഭേദത്തിന് അതീതമായി ഒരുമിപ്പിക്കുന്നത്. അതുപോലെ വികസനം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റേതല്ല. ഗുരുദേവൻ സമദർശിച്ചതുപോലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും വികസനത്തെയാണ് അദ്ദേഹം ലക്ഷ്യമാക്കുന്നത്. അത് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സബ്കാ പ്രയാസ്, ഒരുമിച്ച് പ്രവർത്തിക്കുക എന്ന് പറയുന്നത്. ആരും പ്രവർത്തിക്കാതിരിക്കരുത്, എല്ലാവരും പ്രവർത്തിക്കണം. ഈ കർമ്മത്തിന് ഇത്രയേറെ പ്രാമുഖ്യം ഗുരുദേവൻ കൊടുത്തിരുന്നു എന്നുള്ള കാര്യം ഗുരുദേവനെ ശ്രദ്ധാപൂർവം മനസ്സിലാക്കിയിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. കർമ്മം, ആ കർമ്മത്തിന് വളരെ വിശാലമായ അർത്ഥമാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. ആ വിശാലമായ അർത്ഥത്തിൽ കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാവരും അത് ചെയ്തിരിക്കണം. അവനവൻ്റെ അന്നത്തിന് വേണ്ടിയുള്ള കർമ്മം മാത്രമല്ല, ഈ പ്രപഞ്ചത്തെ നിലനിർത്താൻ ആവശ്യമായ കർമ്മങ്ങൾ കൂടി ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ പരാന്നഭോജികളായി മനുഷ്യർ മാറരുത് എന്നുള്ള കാര്യം ഗുരുദേവൻ പറയുന്നത് പോലെ തന്നെയാണ് മോദിയും പറയുന്നത്. അദ്ദേഹവും പറയുന്നത് നമുക്കൊരുമിച്ച് പ്രവർത്തിക്കാം. ആ ഒരുമിച്ച പ്രവൃത്തിയിൽ എല്ലാവരും അവരവരുടേതായ രീതിയിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ആ ഒരുമിച്ച് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളും പ്രവർത്തിക്കാതിരിക്കരുത് എന്ന് മാത്രമല്ല, എല്ലാവരും ഒരേ പ്രവൃത്തി ചെയ്യണമെന്നല്ല, എല്ലാവരും അവരവരുടെ കർമ്മങ്ങൾ വളരെ ഭംഗിയായി നിർവഹിക്കണം എന്ന സന്ദേശം. ഈ സന്ദേശം തീർച്ചയായും അദ്ദേഹം മുന്നോട്ട് വച്ചിട്ടുള്ളത് ശ്രീനാരായണ ഗുരുവിൻ്റെ
സന്ദേശങ്ങളിൽ ഉൾക്കൊണ്ടതിൻ്റെ ഫലമാണ്, അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങൾ ഉൾക്കൊണ്ടതിൻ്റെ ഫലമാണ് എന്ന കാര്യത്തിൽ തർക്കമുണ്ടാകും എന്ന് തോന്നുന്നില്ല. അത് അദ്ദേഹം അങ്ങനെ തന്നെ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അതെ, അതിലെന്താ തർക്കമുള്ളത്? ആ ദർശനം കൃത്യമായിട്ട് തന്നെ അത് ഉൾക്കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ അത് വ്യക്തവുമാണ്. ഡോക്ടർ എം വി നടേശൻ, ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ. ശ്രീനാരായണ ഗുരുദേവൻ ഹൈന്ദവ സന്യാസി അല്ല എന്ന് വരുത്തി തീർക്കാനുള്ള വളരെ ശക്തമായ ശ്രമങ്ങൾ നടക്കുന്നു. അടുത്ത കാലത്ത് മുഖ്യമന്ത്രി ശിവഗിരിയിൽ പങ്കെടുത്ത ഒരു സമ്മേളനത്തിലും പറഞ്ഞത് ശ്രീനാരായണ ഗുരു ഹൈന്ദവ സന്യാസി അല്ല എന്നുള്ളതാണ്. ഹൈന്ദവ സന്യാസിയായ അദ്ദേഹം എല്ലാ മതവിഭാഗങ്ങളുടെയും ആചാര്യനാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് സമ്മതിക്കാം. പക്ഷെ ശ്രീനാരായണ ഗുരു ഹൈന്ദവ സന്യാസി അല്ല എന്ന് ഉറക്കെ സ്ഥാപിക്കാൻ ഉള്ള ശ്രമം അത് വളരെ ദുരുദ്ദേശപരമല്ലേ ഡോക്ടർ എം വി നടേശൻ? ഗുരുദേവൻ സന്യാസിയല്ല, ഋഷിയല്ല, എന്താ പറയുക, ദേവനല്ല, ഇങ്ങനെ പറയുന്നൊരു നരേഷൻ നടത്തുന്ന ആളുകളെ മാത്രം ശ്രദ്ധിച്ചാൽ മതിയാവും. അവരൊന്നുകിൽ രാജ്യവിരുദ്ധ ശക്തികളുടെ കയ്യിലെ എന്താ പറയുക വക്താക്കളാണ്. അവരൊരു തരത്തിലും ആത്മീയ പാതയിൽ സഞ്ചരിക്കുന്നവരേ അല്ല. അപ്പൊ അതുകൊണ്ട് ഇത് ഗുരുദേവനെ നിന്ദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ ഒരു അജണ്ടയുടെ ഭാഗമാണ്. ഗുരുദേവന്റെ ഓരോ കൃതിയും 64 കൃതികളും സനാതന ധർമ്മത്തെക്കുറിച്ചും ഇവിടുത്തെ ആഗമ സിദ്ധാന്തത്തെക്കുറിച്ചും ഉപനിഷത്ത് സിദ്ധാന്തത്തെക്കുറിച്ചും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ വർഷം എന്ന് പറയുന്നത് ശ്രീനാരായണ ധർമ്മത്തിന്റെ ശതാബ്ദി വർഷമാണ്. അതുപോലെ തന്നെ ഹോമമന്ത്രം അതിൻ്റെയും ശതാബ്ദി വർഷമാണ്. ഈ മന്ത്രം അല്ലെങ്കിൽ ധർമ്മം എന്ന് പറയുന്നത് ഹൈന്ദവ സംസ്കൃതിയുടെ ഭാഗമാണ്. അത് വേറെ ഒരു മതത്തിനോ വേറെ രാഷ്ട്രീയ പാർട്ടിക്കോ അവകാശപ്പെട്ടുള്ളതല്ല. ഹൈന്ദവ സംസ്കൃതിയുടെ ഭാഗം തന്നെയാണ് ശ്രീനാരായണ ഗുരുദേവൻ. അതിന് യാതൊരു തർക്കവുമില്ല. അതെത്രമാത്രം വാദിച്ചാലും എത്ര മൈക്ക് കെട്ടി പ്രസംഗിച്ചാലും ശ്രീനാരായണ ഗുരുദേവൻ ഹൈന്ദവ സന്യാസി ശ്രേഷ്ഠൻ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നൂറ്റാണ്ടിൻ്റെ ധന്യതയിലാണ് നമ്മൾ മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരു സമാഗമത്തിൻ്റെ സ്മരണകളിൽ നമ്മൾ ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ ഏറ്റവും മഹത്തായ സമ്മേളനമാണ് ഡൽഹിയിൽ നടന്നത്. അത് മലയാളികളെ സംബന്ധിച്ച്, ശ്രീനാരായണീയ ഭക്തരെ സംബന്ധിച്ച്, ആഗോളതലത്തിലുള്ള സമാധാനപ്രിയരായ സജ്ജനങ്ങളെ സംബന്ധിച്ച് നാരായണീയ ദർശനങ്ങൾ ഏവർക്കും മാർഗദർശകം തന്നെയാണ്. അത് തന്നെയാണ് പ്രധാനമന്ത്രിയും പറഞ്ഞു വെച്ചത്. നമ്മുടെ ഈ ചർച്ചയിൽ ഇന്ന് പങ്കെടുത്തത് ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണൻ, അതേപോലെ തന്നെ ഡോക്ടർ എം വി നടേശൻ, അതേപോലെ തന്നെ സ്വാമി അസംഗാനന്ദഗിരി എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തത്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഗുരുദേവ ദർശനങ്ങൾ രക്ഷിക്കട്ടെ. ദൈവമേ കാത്തുകൊള്ളുകങ്ങ്, കൈവിടാതിങ്ങു ഞങ്ങളെ. നാവികൻ നീ ഭവാബ്ദിക്കോരാവിവൻ തോണി നിൻ പദം